മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താധിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറീൻ എൻഫോഴ്സ്മെന്റ് സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5:30 മണിക്ക് ശേഷം വള്ളം പറഞ്ഞു, ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂന് വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്ന് ഇട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവർ ഒരാളതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടല്ലേ? ആര് കൊടുക്കും? ഇവര് കൊടുക്കും. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അതിൽ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണതിൽ. ഈ അപകടം നടന്നത് അർദ്ധരാത്രി 1:30 കൂടിയിട്ടാണ്. അതിനിടെ ഇന്ന് രാവിലെയും വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. MG മിഥുൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മിഥുൻ, വീണ്ടും തുടരെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുതലപ്പുഴയിൽ സ്ഥിരം കാഴ്ചയായി മാറുന്നു. അതിൽ ഇന്ന് ഒരാൾ മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. പല വിദഗ്ധ സമിതികളും നേതാക്കന്മാരും എല്ലാവരും അവിടേക്ക് എത്തി പലവിധ വാഗ്ദാനങ്ങൾ നൽകി പഠനം നടത്തി. എങ്കിൽ പോലും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖം. അതോടൊപ്പം ഈ റെസ്ക്യൂ ടീം അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, ആ വിഭാഗം എന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു പരാതി കൂടി അവർക്ക് മുമ്പിലുണ്ടല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് പുലർച്ചെ 2 അപകടങ്ങളാണ് മുതലപ്പുഴ കേന്ദ്രീകരിച്ചുണ്ടായത്. ആദ്യം 1:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. അതിൽ ആ മത്സ്യത്തൊഴിലാളി, ആ ഒരു അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെടുകയും ചെയ്തു. ആ വള്ളത്തിലുണ്ടായിരുന്നത് 4 പേരായിരുന്നു. ആ 4 പേരിൽ 3 പേർ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതാണ് അവർക്ക് ജീവൻ രക്ഷയാവുകയും ചെയ്തു. ആ സമയത്ത് വള്ളം തലകീഴായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മുതലപ്പുഴയിലേക്ക് തിരികെ മത്സ്യബന്ധനം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ മടങ്ങുമ്പോൾ ആണ് ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു. ഈ തിരയിൽപ്പെട്ടാണ് വള്ളം മറിയുകയും ചെയ്തത്. അങ്ങനെയാണ് അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടറിന്റെ മരണം സംഭവിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ഈ അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ ഒരു വള്ളം തലകീഴായി മറിയുകയും പൂർണ്ണമായും ആ ബോട്ട് തകരുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അത് ആ വള്ളത്തിലുണ്ടായിരുന്ന ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ് മറ്റു 3 പേർ ആണ് ഈ രക്ഷപ്പെടുകയും ചെയ്തത്. ഈ സമയത്ത് 1:30 കൂടിയുള്ള സമയത്ത് നമുക്കറിയാം വലിയ രീതിയിൽ ആളുകളെ ഒന്നും കാണാൻ പറ്റാത്ത രാത്രി സമയമാണ്. ഇത്തരത്തിൽ വെളിച്ചമൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സമയത്ത് ഈ വിക്ടറിനെ അവർക്ക് കണ്ടെത്താനായില്ല. ആ സമയത്ത് ഇവർ നീന്തി രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഇവർക്ക് 3 പേരുടെയും ജീവൻ രക്ഷിക്കാനാവുകയും ചെയ്തു. അതേസമയം ഈ സമയത്തൊന്നും തന്നെ കോസ്റ്റൽ പോലീസിന്റെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡുകളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഒരു ഘട്ടത്തിൽ അവർ ഉയർത്തുന്നുണ്ട്. കാരണം ഇത്രയും അധികം അപകടങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ അപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പലരുടെയും ജീവന് ആപത്തുണ്ടാവുകയും പലരും മരണപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരു സ്ഥായിയായ പരിഹാരം ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ടാകാൻ ഇതുവരെയും ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അധികാരികൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ഈ ഒരു മേഖല സന്ദർശിച്ച് ഇതിനുവേണ്ടിയുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നേതാക്കന്മാരും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ഒക്കെ എത്തി ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുമെന്ന് പറയുന്നതല്ലാതെ സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നൊരു ആരോപണമാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇക്കാര്യത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കൂടി പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു കൂടി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകുന്നത്. ഏത് സമയത്തും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മത്സ്യബന്ധനത്തിനായി പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും പറയുന്നത്. കാരണം തിരികെ എത്തുമ്പോൾ ഒരുപക്ഷെ മഴയായിരിക്കും, ശക്തമായ തിരമാല ഉണ്ടാകും. ആ സമയത്ത്
ഈ ഒരു ആഴക്കടലിന്റെ ആ ഭാഗത്ത് വലിയ രീതിയിൽ തിര അനുഭവപ്പെടുകയും വള്ളം മറിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇതാണ് ആ സമീപത്തുള്ള പാറക്കെട്ടിലുമൊക്കെ തലയിടിച്ചാണ് പലരും മരണപ്പെടുന്നത്. ആ സമയത്ത് ബോട്ട് തലകീഴായി മറിയുകയും ബോട്ടിനടിയിൽപ്പെട്ട് പിന്നീട് നീന്താൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പലരുടെയും മരണത്തിന് വഴിവെക്കുകയും ചെയ്യുന്നത്. ഇന്ന് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നുണ്ടാവുകയും ചെയ്തത്. വിക്ടർ അഞ്ചുതെങ്ങി സ്വദേശിയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം അഞ്ചരയോട് കൂടിയാണ് മറ്റൊരു അപകടം കൂടി സംഭവിച്ചത്. ആ തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടതോടു കൂടി അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. കാരണം മത്സ്യബന്ധനത്തിനായി പോയ അഞ്ചരയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം നടന്നത്. നേരത്തെ നടന്ന 1:30-ക്കാണ് എങ്കിൽ 5:30-ക്ക് മറ്റൊരു വള്ളം വരുന്നു. ആ സമയത്ത് ഇതേ രീതിയിൽ സമാനമായ തരത്തിൽ വള്ളം മറിയുകയാണ് ചെയ്യുകയും ചെയ്ത് അഞ്ചുതെങ്ങ് സ്വദേശി കൂടിയായിട്ടുള്ള സ്റ്റാലിനാണ് നീന്തി രക്ഷപ്പെട്ടത്. സ്റ്റാലിന്റെ ഉടമസ്ഥയിലുള്ള പത്രോഷിക എന്ന വള്ളമാണ് മറിയുകയും ചെയ്തത്. അഴിമുഖത്തിന് രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ല എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും 1:30-ഓടുകൂടി മറിഞ്ഞ വള്ളത്തിൽ പിന്നീട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തെരച്ചിലിനൊടുവിലാണ് വിക്ടറിന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആര്യ. ശരി, MJ മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ദുരന്തമുഖമായി മാറുകയാണ് മുതലപ്പുഴി. ഇന്ന് അർദ്ധരാത്രി നടന്ന അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാന